ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടും കയ്പില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഒരു കയ്പക്ക കറിയുടെ റെസിപ്പിയാണ്. കയ്പക്ക ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും, അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു കയ്പക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു കയ്പക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ വലിയ 2 കൈപ്പക്ക, വലിയൊരു സവാള, 4 വെളുത്തുള്ളി അല്ലി, ചെറിയൊരു പീസ് ഇഞ്ചി, 4 പച്ചമുളക്, 2 പഴുത്ത തക്കാളിയും നല്ല വലുത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പുളിയാണ്. ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പുളിവെള്ളത്തിലാണ് നമ്മൾ കൈപ്പക്ക വേവിച്ചെടുക്കുന്നത്. അപ്പം കൈപ്പക്ക വേവിക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത കൈപ്പക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു സൈസിലാണ് കൈപ്പക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചേർത്ത് കൊടുക്കുക. അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി, 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 3 സ്പൂണ് മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം നന്നായി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണമായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൈപ്പക്കയെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇതാ ഇവിടുന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു 4 അല്ലി വെളുത്തുള്ളി വലുതായതുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്, ഒരു 3 വറ്റൽമുളക് അതും കൂടി ചേർത്തിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് വെളിച്ചെണ്ണയൊക്കെ മതിയാവും. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്താൽ നമുക്ക് തേങ്ങ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും, നന്നായിട്ട് വറുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഇനി ഇത് ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യുക. അധികം നമ്മൾ കളറാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മൾ തീ ഓഫാക്കിയാലും കുറച്ചുകൂടി കളറായി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരവ് ഇവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കൈപ്പക്ക നന്നായി വന്നിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ കറി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ശർക്കര ചേർത്തത് കൊണ്ട് കറി മധുരമൊന്നും ഉണ്ടാവില്ല.
ഈ ഒരു പുളിവെള്ളത്തിൽ നമ്മൾ വേവിച്ചതുകൊണ്ട് ആ ഒരു പുളിയും അതുപോലെ തന്നെ ചെറിയ കയ്പുള്ളത് അതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കറിക്ക് പുളി വെള്ളത്തിൽ വേവിച്ചത് ഇപ്പം തന്നെ നമ്മുടെ കറിയുടെ കയ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂണ് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കടുക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കയ്പക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കടുക് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കയ്പക്ക കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊന്നും കയ്പക്ക ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും. തീരെ കയ്പ് ഒട്ടും ഇല്ലാതെയാണ് ഈ ഒരു കറി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.